word for this night. ഇന്നത്തെ ഈ രാത്രികാലത്ത് നമുക്ക് ചിന്തയ്ക്കായിട്ട് I don't want to take more time because we need to spend time for the word. നമുക്ക് അധിക സമയം ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാൻ സമയം ചെലവഴിക്കുന്നില്ല. നമുക്ക് നേരിട്ട് വചനത്തിലേക്ക് കടക്കാം. Let's read from the word of God from Colossians chapter 4 and 12. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4 and 12. The word of the Lord says there. 4:12 പറയുന്നു. Let's all take the word today night. നമുക്ക് ഒന്നിച്ച് വചനം എടുക്കാം. In that word it says. ആ വചനം ഇപ്രകാരം പറയുന്നു. If you have taken the word, we can read together. നമുക്ക് ഒന്നിച്ച് വായിക്കാം. Epaphras, who is one of you, a bond servant of Christ, greets you, always laboring fervently for you in prayers, that you may stand perfect and complete in the will of God. നിങ്ങൾ ഒരുത്തനായ ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. Amen. In the book of Colossians, Epaphras is not mentioned in the Bible in many places. പല സ്ഥലങ്ങളിലും നമുക്ക് എപ്പഫ്രാസിനെ അധികം കാണാൻ സാധിക്കില്ല. But we see that Epaphras is a bond servant, is a co-worker of Paul. പൗലോസിന്റെ ഒരു സഹഭൃത്യനായിരുന്നു എപ്പഫ്രാസ്. And there's something special about Epaphras. എപ്പഫ്രാസിനെ കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ട്. Epaphras is a person who is always in prayer. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. That's what we heard just now. അതാണ് നാം കേട്ടത്. About prayer. പ്രാർത്ഥനയെ കുറിച്ചാണ് നാം കേട്ടത്. That we have to pray in the presence of God. നാം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കും. Prayer is one of the greatest blessings in our lives. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. Today Epaphras was a person who was it says that he was laboring in prayer. അവിടെ പറയുകയാണ് എപ്പഫ്രാസ് ഇനി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നുവെന്ന്. This is the word which actually touched me to speak this word. അതുകൊണ്ടാണ് ഈ വചനമാണ് എന്നെ സ്പർശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. He was laboring in prayer. അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടിക്കൊണ്ടിരുന്നു. Yes. So what was he praying for? എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുക? I really like about something about Epaphras. എനിക്ക് എപ്പഫ്രാസിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, he was a man who had almost the same vision of Paul. പൗലോസിന്റെ അതേ വിഷനോടുകൂടി ഇറങ്ങിയ വ്യക്തിയായിരുന്നു എപ്പഫ്രാസ്. Because from his words you can understand what he is praying for the church. നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകും എപ്പഫ്രാസ് സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന്. He is praying that the children of God, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ മക്കൾ for in prayer that you may be stand perfect and complete in the will of God. അവർ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായിരിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. So he did not pray for them to get a job, or he did not pray for them to have exaltations in their lives, but he is saying that the children of God may be perfect, stand perfect and complete in the will of God. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഒരു ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർച്ചയ്ക്കോ വേണ്ടി ആയിരുന്നില്ല. ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ മക്കളൊക്കെയും തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായിരിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. That's what we heard just now, that you should not fall in your life in walking with God. അതാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. നമ്മൾ വീഴരുത് നമ്മുടെ യാത്രയിൽ ഒരിക്കലും. So the greatest victory in your life is to know the will of God. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ്. വിജയം എന്ന് പറയുന്നത്. Yes, Epaphras knew that the children of God will receive the blessings, they will receive the promises on this earth when they come to God and they are following God. അവർ എപ്പഫ്രാസിന് വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവിനെ സ്വീകരിച്ച വ്യക്തികൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിൽ തികഞ്ഞവരായി കഴിഞ്ഞാൽ അവർ ഒരിക്കലും വീണു പോകുകയില്ല. I mean, they will God's whatever is the needs, God will meet the needs. അവരുടെ ആവശ്യങ്ങൾ ദൈവം നികത്തി കൊടുക്കുമെന്ന് എപ്പഫ്രാസിന് ഉറപ്പുണ്ടായിരുന്നു. But much more than that, what he wanted in their lives. എന്നാൽ അതിലുപരിയായി അദ്ദേഹം ആഗ്രഹിച്ചത് ഇവരുടെ ജീവിതത്തിൽ വേണ്ടത്. He said that the children of God will know the will of God. അവൻ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. So many times we spend a lot of time in our prayer. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഒത്തിരി സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കാറുണ്ട്. And we go around beating around the bush. നാം പലപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഒരേ വിഷയത്തിന് വേണ്ടി തന്നെ കറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ വളരെ വിഷമിച്ച് പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എന്താണ് we do not know what to do, so we are confused many times. പലപ്പോഴും നാം ഈ വിഷയത്തിന് വേണ്ടി പലപ്പോഴും നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൺഫ്യൂസ് ആയി തീരാറുണ്ട്. What to do in our ministry, what to do in our jobs, about the marriage, you have a lot of things in our life, every day we have in our lives.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ട്. വിവാഹത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് ജീവിതത്തിലെ പല ആവശ്യങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. We continuously pray, and I believe there are people who are listening to me who has been frustrated in their lives, praying for a long time and not receiving answers. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങനെ വിഷയങ്ങളുണ്ട്. അവർ ദീർഘനാളായി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിട്ടും പ്രാർത്ഥിച്ചു മടുത്ത് ഇരിക്കുന്ന ആളുകളുമുണ്ട്. Maybe for years together you have been praying but not receiving the right answers in our lives. പലപ്പോഴും വർഷങ്ങളോളം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാപിക്കാതിരിക്കുകയാണ്. But there is a way out, and this is what the person called Epaphras is praying, that every person in the church, അദ്ദേഹം അതിനൊരു വഴിയെ കുറിച്ചാണ് എപ്പഫ്രാസ് ഇവിടെ പറയുന്നത്. ദൈവസഭയിലുള്ള ഓരോ വ്യക്തിയും he is praying for every person in the church. സഭയിലുള്ള എല്ലാ വ്യക്തികൾക്ക് വേണ്ടി അദ്ദേഹം He പ്രാർത്ഥിക്കുന്നു. is saying that every person should be complete in the knowledge of the will of God. എല്ലാ വ്യക്തികളും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. So I believe that people will be blessed in the church. ഞാൻ വിശ്വസിക്കുന്നു ആ സഭയിലുള്ള ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടവെന്ന്. Many of our blessings are held back because we do not know the will of God. പലരുടെ ജീവിതത്തിലെ അനുഗ്രഹം പൂർത്തീകരിക്കാത്തതിന്റെ കാരണം അവർക്ക് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. We have been asking for too many things. We don't know what to ask. If it is God's will, if really God likes it, if it is according to God's will, God will definitely give to you and me. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത് ദൈവഹിത പ്രകാരമാണ് നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം നൽകി തരും. So I recently heard Ravi Zacharias, a man of God. ഞാൻ ഈ അടുത്ത സമയത്ത് രവി സഖറിയയുടെ മെസ്സേജ് കേൾക്കുകയാണ്. I think he made it in a very concise way. അദ്ദേഹം വളരെ നല്ല രീതിയിൽ കൺസൈസ് ആയിട്ട് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ വളരെ ചുരുക്കത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: prayer is not a grocery. It's not a grocery list of things. ഒരു ഗ്രോസറിയുടെ ലിസ്റ്റിൽ ഉള്ള സാധനങ്ങൾ ഗ്രോസറിക്ക് പോകുമ്പോൾ എഴുതി മേടിച്ചിട്ട് പോകുന്ന പോലെ അല്ല. It's not prayer, but change it is, but not. And second thing, it is not a grocery list of things. It is not changing the will of God. അത് ദൈവത്തിന്റെ ഹിതത്തെ ചേഞ്ച് ചെയ്യുന്നതല്ല, ഒരു ഗ്രോസറിയിലെ ലിസ്റ്റിൽ എഴുതി കൊടുക്കുന്നത് പോലുള്ളതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. But he said, but it's a communion with a living God, such that He will change you. അതിന്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദൈവം നമ്മളെ മാറ്റി നമ്മുടെ ചിന്തകളെ മാറ്റുന്നതാണ്, നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നതാണ് പ്രാർത്ഥന. ആമേൻ. God will change our character through our prayer. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സ്വഭാവത്തെ ദൈവം മാറ്റി തീർക്കും. Through our problems, through our issues, God wants to change us. നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ ഇഷ്യൂസിന്റെ മുമ്പിൽ ദൈവം നമ്മുടെ സ്വഭാവത്തെ മാറ്റും. Because I've gone through some of the issues what I went through, God changed me as a person, and He made me a better person. എന്റെ ജീവിതത്തിലും അതുപോലെ ഞാൻ ചില വിഷയങ്ങളിലൂടെ കടന്നുപോയി ദൈവം എന്നെ മാറ്റി ഒരു കുറച്ചും കൂടി നല്ല വ്യക്തിയാക്കി തീർത്തു. And He says, and also have the ability to receive what He has for you. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് റിസീവ് ചെയ്യാനുള്ള എബിലിറ്റി എനിക്ക് ദൈവം നൽകി. So you have to be ready to receive what God wants to give you. ദൈവം നമുക്ക് നൽകി ഒരുക്കി വച്ചിരിക്കുന്നത് സ്വീകരിക്കുവാനുള്ള എബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. And you should be worthy to receive what God's promises and God's blessing in your life. You should not lose the blessings of God. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു. Because if God gives you, God will not take it away from your life. ദൈവം നൽകി തരും, ദൈവം ഒരിക്കലും അത് എടുത്ത് മാറ്റത്തില്ല. Amen. So if you look at the word of God, നാം വചനത്തിൽ നോക്കുമ്പോൾ in Colossians 4 we read that Epaphras is praying for the church, for them to know they be complete, they should know the complete in the will of God, to be complete in the will of God. നാം എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി അറിയുന്നവരും മനസ്സിലാക്കുന്നവരുമായിരിക്കണമെന്നാണ്. Stand perfect and complete in the will of God. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരും. You should be sure of God, what God wants to do in your lives. നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്. We have a short life, and within that life on this planet Earth, we have to know what God has purpose in your lives. നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നാം ഉറപ്പാക്കണം. So he is praying, and Paul is praying for the Colossian church. He is saying that I am praying along with Epaphras for you, my children of God. പൗലോസ് തന്റെ കൊളോസ്യ സഭയോട് പറയുകയാണ്, ഞാൻ എപ്പഫ്രാസിനോട് കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. In first chapter 9 to 12 it says, ഒന്നാമത്തെ അധ്യായത്തിന്റെ 9 പറയുന്നു. It says, for this reason he says,
I have been, since the day I heard about you, Colossian church, do not cease to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തിയിട്ടില്ല, ഇടപെടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. He says a few things that you will be. Few things he is saying, he is praying for the Ephesian church. For the Colossian church, he is praying few things, that you may be filled with the knowledge of his will in all wisdom and spiritual understanding, that they may know God. That is, a few things he is saying is, one is that they be filled with the knowledge of his will, and second thing is his walk worthy of the Lord, fully pleasing him, and third thing is place is he be fruitful in every good work and increasing in the knowledge of God, and the fourth thing he prays is that they be strengthened with all might. Amen. So in the Malayalam it says യോഗ്യമാവണ്ണം ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് സമയം, if you have time you can read that, പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും he is praying, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. Hallelujah. So this prayer is different. ആ ഒരു പ്രാർത്ഥന വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. We can spend almost half an hour for this, but I am just leaving that. ഈ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണമെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ. Hallelujah. So what is the great pastor praying for the church? നാം നോക്കുക, ഇവിടെ വലിയൊരു ദേവദാസൻ തന്റെ സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. Hallelujah. What is today's pastors praying for the church? എന്നാൽ ഇന്നത്തെ കാലത്തെ പാസ്റ്റർമാർ എങ്ങനെയാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കമ്പയർ ചെയ്യുന്നതായിരിക്കും. He is saying that the eyes may be open. അദ്ദേഹം പറയുകയാണ് അവരുടെ കണ്ണിനെ അങ്ങ് തുറക്കണം. And so he is saying that if you want to know the will of God, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ you need to be filled with the wisdom and knowledge of God. ദൈവത്തിന്റെ വിസ്ഡവും ദൈവത്തിന്റെ നോളജും അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. Hallelujah. So today one challenge is, ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, amen, is to know the will of God. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ്. If you know the will of God, നാം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞാൽ you can actually take the decisions in your life. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നമുക്ക് ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കാൻ സാധിക്കും. Many of the things which we desire in our life may not be the will of God. നാം പല സമയത്തും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹിതമായിരിക്കില്ല. I mean, so he is praying that if they want to receive the know the will of God, they need to know the will. They have to know the wisdom and knowledge of God. അവർക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനുള്ള അറിവും വിസ്ഡവും കൊടുക്കണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. And also they may be filled with the knowledge of God. അവർ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. If you don't have the knowledge of God, if you don't have the knowledge of the word of God, you cannot never know the will of God. നമുക്ക് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലെങ്കിൽ ഒരിക്കലും ദൈവഹിതം നമുക്ക് തിരിച്ചറിയില്ല. Knowledge and understanding is different. നമുക്കറിയാം, പരിജ്ഞാനവും വിവേകവും രണ്ടാണ്. You can know the word of God, but you can still not have the revelation of the word. നമുക്ക് ഒരു പക്ഷേ വചനം അറിയാതിരിക്കാൻ, എന്നാൽ വചനത്തിലെ വെളിപാടുകൾ നമുക്ക് തിരിച്ചറിയണമെന്നില്ല. You need to hear the word of God. You need to spend time in the word. You have to meditate the word of God. Then only you will know what is the will of God in your life. നമുക്ക് വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഹിതം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. So not only prayer, but also along with prayer, you need to meditate the word of God also. നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനവും നാം ധ്യാനിക്കണം. Amen. Once somebody asked Rabbi Zacharias, I'm just saying this name again. They said, what is important, prayer or the word of God? അവിടെ രവി സക്രിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതാണ് പ്രധാനപ്പെട്ടത്, പ്രാർത്ഥനയാണോ വചനധ്യാനമാണോ? Somebody asked him, is it prayer or the word of God which is important? ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രാർത്ഥനയാണോ വചനദാനമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്? So he says praying and reading the word of God is like breathing out and breathing in. അദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥനയും വചനധ്യാനവും എന്ന് പറയുന്നത് നാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും പോലാണ്. You can leave your breath outside, if it does not come back, then you are dead. നമുക്കറിയാം, നാം അകത്തേക്ക് എടുത്ത ശ്വാസം പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. Your name will change. നമ്മുടെ പേര് തന്നെ അവിടെ മാറും. അതിനുശേഷം You will not have a name at all. നമുക്ക് അങ്ങനെ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ പേരുണ്ടായിരിക്കില്ല. So again you see that Paul is praying for the church in Ephesian church. He is praying for the church again. അദ്ദേഹം എഫെസ്യ സഭയ്ക്ക് വേണ്ടി ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. He is saying that the eyes of the understanding may be open. അവരുടെ ഹൃദയത്തിന്റെ കണ്ണിനെ തുറക്കണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ വെളിപ്പാടിനെ ആത്മാവിനെ തരേണ്ടതിന് ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാൻ he is praying that the eyes of understanding, spirit of wisdom and revelation in the knowledge of God, eyes of their understanding may be open. Hallelujah. He is praying. അദ്ദേഹം ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. This is a prayer. അതാണ് റിയൽ പ്രാർത്ഥന എന്ന് I പറയുന്നത്. pray the churches, whoever you are hearing, whichever church you are going,
right now, may the wisdom of God, may the knowledge of God, let the word of God be established in your life these days. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ പരിജ്ഞാനവും നിങ്ങൾ തികഞ്ഞവരാക്കി നിങ്ങൾ അടിസ്ഥാനമുള്ളവരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. If you don't have the revelation knowledge of God, you will never know the will of God. ദൈവത്തിന്റെ വെളിപാടിന്റെ പരിജ്ഞാനം നിങ്ങൾക്കില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കില്ല. You will be playing a cat and mouse Tom and Jerry game. നിങ്ങൾ അങ്ങനാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ടോം ആൻഡ് ജെറി ഗെയിം കളിക്കുന്നത് പോലെ കാണുന്നത് പോലെ നിങ്ങൾ ജീവിതം സ്പെൻഡ് You will be ചെയ്യുന്നു. running around and around. The Tom and Jerry will always run around. നമുക്കറിയാം, നാം ആ കാർട്ടൂണിൽ കാണാറുണ്ട്, ടോം ആൻഡ് ജെറി ഓടുന്നത് പോലെ നാം ഈ പ്രശ്നങ്ങൾ നടുവിൽ കിടന്ന് ഓടുകയായിരിക്കും ചെയ്യുന്നത്. Hallelujah. So it is very important. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Wrong teaching should not come into the churches. സഭയിൽ തെറ്റായ പ്രാർത്ഥനകൾ, തെറ്റായ പഠനങ്ങൾ നടക്കരുത്. Amen. Let us all pray these days that every one of us who's hearing the word of God may have the revelation knowledge in the name of Jesus Christ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ വെളിപാടിന്റെ പരിജ്ഞാനം ഉണ്ടായിരിക്കണമെന്ന്. If there is anything blocking you right now, എന്തെങ്കിലും നിങ്ങളെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ right now receive it and pray today night. Right now pray along with me in the name of Jesus. എന്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം ആ പരിജ്ഞാനം നിങ്ങൾക്ക് നൽകും. And as I'm going through this word, I will pray along with this word what I'm preaching right now. ഞാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഞാനത് പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. So if you want to receive any release or deliverance right now, you can receive it through the word of God and the power of God. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് വിടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഏറ്റെടുത്തുകൊള്ളുക. Many people have been in the bondage of the evil one is holding on the bondage because the revelation knowledge is not in the hearts. പലരുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ വെളിപാടിന്റെ അറിവില്ലാത്തത്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ശത്രു ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. They are playing a cat and Tom and Jerry game with these people. അവർ ഇപ്പോഴും സാത്താൻ പലപ്പോഴും ഒരു ടോം ആൻഡ് ജെറി ഗെയിം പോലെ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. He will not leave you. അവൻ ഒരിക്കലും നമ്മളെ വിട്ടുപോകുകയില്ല. How many of you pray, Lord, open my spiritual eyes, Lord? എത്ര പേർക്ക് ഈ രാത്രികാലം പ്രാർത്ഥിക്കാൻ സാധിക്കും, ദൈവമേ എന്റെ ആത്മീയ കണ്ണിനെ തുറക്കണമേ എന്ന്. Oh, let me have the right revelation, truth of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമായ വെളിപാട് എനിക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? Jesus said in John 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നു. Jesus said, if your word abides in your heart, if my word abides in your heart. കർത്താവ് പറയുകയാണ്, എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, Amen. Whatever you ask, my Father will give you. നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്റെ പിതാവ് നിങ്ങൾക്ക് നൽകി തരും. Jesus is not giving you a wrong offer. കർത്താവ് ഒരിക്കലും ഒരു തെറ്റായ വാഗ്ദാനമല്ല നൽകുന്നത്. Because Jesus knows if the word of God is inside our hearts, we will know what is the will of God. കർത്താവിന് അറിയാമായിരുന്നു, ദൈവത്തിന്റെ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. So today, these days, എന്നാൽ ഈ ദിവസങ്ങളിൽ let us all pray. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Let us not be deceived by the evil one. സാത്താനാൽ നാം വഞ്ചിക്കപ്പെടരുത്. I recently heard in a church. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സഭയിൽ കേൾക്കുകയുണ്ടായി. One person came there. He was anointed lady. ഒരു അഭിഷിക്തയായ സ്ത്രീ ഇവിടെ കടന്നു വന്നു. She said a lot of people here are crying because they are in deep distress because they have lost their loved ones. ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളെയും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതുകൊണ്ട് അവരെല്ലാം ഹൃദയം വേദനിച്ചിരിക്കുന്നു. Some people are there who is being depressed because they are thinking about them getting depressed. ഇത് കേട്ടപ്പോൾ പലരും നമുക്കറിയാം, അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതുകൊണ്ട് ഡിപ്രസ് ആയിരുന്നവർ വീണ്ടും ഡിപ്രസ് ആയിത്തീർന്നു. She said many people are depressed, so she said God wants to pray for you, and don't worry, whoever is died, whoever left this abode, they are in heaven. ആ സഹോദരി പറയുകയുണ്ടായി, നിങ്ങൾ ഭാരപ്പെടണം, നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വ്യക്തികളൊക്കെ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. So one lady came from got up and said, my dog died, my dog. പെട്ടെന്ന് ഒരു സ്ത്രീ അവിടെ എഴുന്നേറ്റിട്ട് പറഞ്ഞുകൊണ്ട്, എന്റെ വീട്ടിലെ നായ്ക്കുട്ടി ചത്തുപോയി. Especially US and the Western countries, they love animals more than human beings. നമുക്കറിയാം, വെസ്റ്റേൺ കൺട്രികളിൽ പലപ്പോഴും പ്രിയ വ്യക്തികളൊക്കെ അവരുടെ പെറ്റ്സിനെ തങ്ങളുടെ മക്കളെക്കാൾ ഉപരി സ്നേഹിക്കാറുണ്ട്. The dogs are more fortunate there more than the human beings. മനുഷ്യനേക്കാളും വളരെ ഫോർച്ചുനേറ്റ്, മനുഷ്യനേക്കാളും വളരെ ഭാഗ്യമുള്ളവരാണ് അവിടുത്തെ ആനിമൽസ്. So this lady said, don't worry, the dog will come when you go to heaven, dog also will be there. പെട്ടെന്ന് ആ സ്ത്രീ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ നിങ്ങളുടെ നായ്ക്കുട്ടിയും അവിടെ ഉണ്ടായിരിക്കും. The blind cannot lead another blind. ഒരു അന്ധന് മറ്റൊരു അന്ധനെ നയിക്കാൻ സാധിക്കില്ല. You should have a revelation of the true word. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കരുത്, നിങ്ങൾക്ക് യഥാർത്ഥമായ ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം ഉണ്ടാകും. Both will fall in a pit.
Both will fall. രണ്ടുപേരും ഇങ്ങനെയുള്ളവർ വ്യക്തികൾ രണ്ടുപേരും അന്ധകാരത്തിലും നരകത്തിലും കടന്നു പോകും. Because the word of the Lord says, and the righteous is scarcely saved. വചനം പറയുന്നു നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ then what shall happen to the ungodly and the sinners? അങ്ങനാണെങ്കിൽ നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ നീതികെട്ടവരുടെ ജീവിതം എന്തായിരിക്കും? I don't know if the Lord will go. I don't think the God will. There's nothing in the word which says that. വചനം ഒരിക്കലും പറയുന്നില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല, ഒരു നായ്ക്കുട്ടി സ്വർഗത്തിൽ പോകുമെന്ന്. Hallelujah. I mean, it is not in the word of God. So the knowledge of the word of God is important. കാരണം അത് വചനത്തിൽ ഒരിക്കലും പറയുന്നില്ല. വചനത്തെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. Amen. So here the personal word and meditation is important in our lives. ഇവിടെ നമുക്കറിയാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ വചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. So to know the will of God, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ we should know the word of God and the wisdom of God and the revelation knowledge of God. നമുക്ക് ദൈവത്തിന്റെ വചനം അറിയണം, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള വിവേകം ഉണ്ടാകണം. നമുക്ക് ശരിയായ വിവേകം ഉണ്ടാകണം. Hallelujah. So another thing which can block you from knowing the complete and perfect will of God. മറ്റൊരു കാര്യം, ദൈവത്തിന്റെ പൂർണ്ണ ഹിതം തിരിച്ചറിയാതിരിക്കാൻ നിങ്ങളെ തടസ്സപ്പെടുന്ന മറ്റൊരു കാര്യം, we all know the word of God from Romans 12. നമുക്കറിയാം റോമാലേഖനത്തിന്റെ 12-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, it says, do not be conformed to the world, ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, but be transformed by the renewing of your mind, നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരം പ്രാപിക്കണം, that you may be complete and perfect, that you may know, you may prove what is good and acceptable and the perfect will of God. അങ്ങനെയാണ് നിങ്ങൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുന്നത്. So it says, do not be conformed to this world. അവിടെ പറയുകയാണ്, നിങ്ങൾ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. So if you are going to be conformed to this world, you will never know the will of God. നാം ലോകത്തിന് അനുരൂപരായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ സാധിക്കില്ല. Many of the people who came into this faith, they came in with a great spiritual vision, and after some time they lost the spiritual vision and they went back into the carnality. നമുക്കറിയാം പല വ്യക്തികളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ കാഴ്ചപ്പാടോടുകൂടി കടന്നു വരികയും കുറെ നാളുകൾക്ക് ശേഷം നഷ്ടപ്പെട്ട് തിരികെ പോകുന്നതായിട്ട്. Amen. This is a deception which can take you away from the will of God. അത് ആ ഒരു ചതി നിങ്ങളെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകും. Amen. He says, do not be conformed but be transformed. എന്നാൽ അവിടെ പറയുന്നു, നിങ്ങൾ അനുരൂപരാകരുത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. So confirmation is not what God wants. God wants a transformation of our minds. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുരൂപരാകാതെ നിങ്ങളുടെ ഹൃദയം ഒന്ന് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. God wants our hearts is transformed in the way God wants us to change, and the will of God will appear by itself. നമ്മൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നാം പോകാൻ തുടങ്ങും. Hallelujah. Amen. So many people does not like James, the epistle of James. പല വ്യക്തികൾക്കും യാക്കോബിന്റെ ലേഖനത്തോട് വലിയ താല്പര്യമില്ല. Some people does not like Hebrews. ചില വ്യക്തികൾക്ക് ഹെബ്രായ ലേഖനത്തോട് താല്പര്യമില്ല. Because Hebrews says priesthood is over. ഹെബ്രായ ലേഖനം പറയുന്നു priesthood പൗരോഹിത്യം കഴിഞ്ഞു പോയെന്ന്. Amen. So they say, okay, we will not read that. അതുകൊണ്ട് നാം അത് വായിക്കേണ്ടതാണ്. But in James, some people does not like James also. ചില വ്യക്തികൾ യാക്കോബിന്റെ ലേഖനത്തോട് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ്. I am talking about Apostle James. ഞാൻ സംസാരിക്കുന്ന അപ്പോസ്തലനായ യാക്കോബിനെ കുറിച്ചാണ്. If there is any James hearing you, God loves you. എന്നാൽ ഇവിടെ ഏതെങ്കിലും എന്നെ കേൾക്കുന്നവരിൽ യാക്കോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. Hallelujah. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. So James is saying, യാക്കോബ് പറയുകയാണ്, you are asking for many things, sir. നിങ്ങൾ അധികമായി ചോദിക്കുന്നത് കൊണ്ട് but you will not receive. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കപ്പെടുന്നു, നിങ്ങൾക്ക് നൽകപ്പെടുന്നില്ല. Because you are asking amiss, sir. കാരണം നിങ്ങൾ ഒത്തിരി ചോദിക്കുന്നു. Because you are spending on your own pleasures, sir. നിങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവിടാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുകയാണ്. ഭോഗങ്ങളെ ചിലവിടാൻ വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. Because you want to please your flesh, you want to please your own desires. So God, you are asking and asking, but God is not hearing. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തതിന്റെ കാര്യം നിങ്ങളുടെ ഭൗതികമായ നിങ്ങളെ ജഡത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അധികമായി നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ്. പല സമയത്തും ഞാൻ പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെന്നാൽ പിന്നീട് മനസ്സിലായി അത് ദൈവഹിതമല്ല. I complained against God. Sometimes I said, Lord, what is this?
ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം നിരാശപ്പെട്ട് ദൈവത്തോട് വിരുദ്ധ സംസാരിച്ച് കടന്നപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് നൽകുന്നില്ല എന്ന് I cried before God. ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്. But God did not sympathize with me. എന്നാൽ ഒരിക്കലും ഇങ്ങനത്തെ വിഷയത്തിൽ ദൈവം ഒരിക്കലും സിമ്പതി കാണിച്ചിട്ടില്ല. Because God wants to give me something good. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് അതിലും നല്ലതൊന്നും നൽകി തരുവാൻ. God wants to give you something perfect. ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണമായതെന്തോ ആണ്. How many of you tell the Lord, thank you Jesus? എത്ര പേർക്ക് പറയാൻ സാധിക്കും ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു എന്ന്. Previously I asked for many things I did not receive. Then I understood it was not for me. Something better was for me. എന്നാൽ ഞാൻ പല സമയത്തും പല കാര്യങ്ങളും ചോദിച്ചിട്ട് ദൈവം നൽകി തന്നില്ല. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചതിനേക്കാളും നല്ലത് ദൈവം എനിക്ക് നൽകി തന്നുവെന്ന്. We will change our will. നാം നമ്മുടെ ഇഷ്ടം മാറ്റണം. We will change our will sometimes. നാം പലപ്പോഴും നമ്മുടെ ഹിതം മാറ്റാറുണ്ട്. But God does not change His will. എന്നാൽ ദൈവത്തിന്റെ ഹിതം എപ്പോഴും സ്ഥിരമായിരിക്കും. If God has decided something upon your life, ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ He will not change it. അവൻ ഒരിക്കലും അത് മാറ്റത്തില്ല. He will not change it. അവൻ ഒരിക്കലും അത് മാറ്റത്തില്ല. He is not a person who will lie here. അവൻ കള്ളം പറയാത്ത വ്യക്തിയാണ്. It is either yes or no. ദൈവത്തിന് മുമ്പിൽ എല്ലാം ഉവ്വ് ഉവ്വ് എന്നാണ്. God will say yes or no. ദൈവം ഒന്നുകിൽ യെസ് എന്ന് അല്ലെങ്കിൽ നോ എന്ന് മാത്രമേ പറയൂ. If He has purpose something in your life, നമ്മുടെ ജീവിതത്തെ കുറിച്ച് അവനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ God will fulfill it in your life. ആ പർപ്പസ് ദൈവം പൂർത്തീകരിക്കുക തന്നെ He ചെയ്യും. will make you to come into His plan. അവന്റെ കരക്കീഴിൽ നാം ആയിരിക്കുമ്പോൾ അവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവന്റെ പദ്ധതിയിലേക്ക് നിങ്ങൾ തയ്യാറായിരിക്കും അവൻ നിങ്ങളെ കൊണ്ടുവരും. ആമേൻ. He will bring you into His will. അവന്റെ ഹിതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. You might go through some pain. ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും വേദനയുടെ സാഹചര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ചില വേദനകളോട് നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും. But God will make you sure that you will, if He loves, He will make the perfect will upon your life. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം പോലെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നിങ്ങളെ മാറ്റി തീർക്കും. He will not change His will. അവന്റെ ദൈവത്തിന്റെ ഹിതത്തിൽ ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാകുന്നില്ല. Amen. Not even 99% or 99.99%. His will, and He will do it. ദൈവത്തിന്റെ ഹിതമെന്ന് പറയുന്നത് 99.99% 100% അതേ മീൻസ് അത് തന്നെ. How many of you pray today? എത്ര പേർക്ക് പ്രാർത്ഥിക്കുന്നു? Lord, I want to know your will, Lord. ദൈവമേ എനിക്ക് അങ്ങയുടെ ഹിതം അറിയണം. I want to stand perfect in your will, Lord. എനിക്ക് അങ്ങയുടെ ഹിതം അനുസരിച്ച് അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണതയുള്ളവനായിരിക്കണം. I don't want to go by my flesh. എനിക്ക് എന്റെ ജഡപ്രകാരമല്ല ജീവിക്കുന്നത്. But I want to live by the Spirit of God, who wants to know me, who can make me to know the will of God. എനിക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതം അനുസരിച്ച് എനിക്ക് എന്നിൽ പൂർണ്ണമാകേണ്ട ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം. Amen. So that's why 1 John 2:17 says. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 17 says, the world passes away and the lust in thereof, but he that does the word of God, does the will of God, abides forever. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ലോകവും അതിന്റെ മോഹങ്ങളും നമ്മുടെ ജഡമോഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. All our lust one day will die with us. Hallelujah. സ്തോത്രം. But the will of God will abide. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിൽ ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. Whatever you lost, whatever you don't have, don't worry, but say that God, I want to do your will. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ഇല്ലായ്മ ഉണ്ടെങ്കിലും don't worry, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം ദൈവം പൂർത്തീകരിക്കും. Hallelujah. The word of God will never be revealed. ദൈവത്തിന്റെ വചനം ഒരു പക്ഷേ നിങ്ങൾക്ക് വെളിപ്പെടുകയില്ല. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നതിന് ഒരു കാരണം, one reason is that the revelation of word is not with you. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപാട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് if you don't go to school, you will not understand any subject. ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിൽ കടന്നു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്നില്ല. No science, if you have to go to class, you have to spend time there and that will teach you. നമ്മൾ സയൻസ് നമുക്ക് അറിയണമെങ്കിൽ സയൻസ് ക്ലാസ്സിൽ പോയിരുന്ന് നാം പഠിക്കണം. Amen. So the same way the word of God has to be in our hearts, the revelation has to be there. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നാം ദൈവത്തിന്റെ വചനം വായിക്കണം. If you spend time with your children, the children will know you and you will know your children. നാം കുട്ടികളുടെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ കുട്ടികൾ നമ്മെ തിരിച്ചറിയും, നാം കുട്ടികളെ തിരിച്ചറിയും. And the children will know what is the liking of the father in their lives. അപ്പോൾ അവർക്ക് മനസ്സിലാകും എന്റെ പിതാവിന് എന്റെ ജീവിതത്തെ കുറിച്ച് എന്താണ് ആഗ്രഹമെന്ന്. They know the character of the father. അവർക്ക് പിതാവിന്റെ സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കും. Hallelujah. I think God is speaking to some of you. ഞാൻ വിശ്വസിക്കുന്ന ചില വ്യക്തികളോട് ദൈവം സംസാരിക്കുന്നു. Spend time with God these days. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ സമയം He wants to speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു.
സംസാരിക്കുവാൻ When ആഗ്രഹിക്കുന്നു. he speaks to your heart. അവൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോടായിരിക്കും He does not സംസാരിക്കുന്നത്. look at your face. അവൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയല്ല He സംസാരിക്കുന്നു. looks at your heart. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ നോക്കിയാണ് He knows സംസാരിക്കുന്നത്. exactly what you are going through right now. അവൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to comfort some people who is in this world. ദൈവം ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. These days come back to God. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവിൻ, മടങ്ങി വരുവിൻ. Whatever is contrary to the word of God, which is in the world, do not be conformed to it. Follow the patterns of the word of God. അവിടെ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന നിങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതത്തിൽ നിങ്ങളെ സമർപ്പിക്കുക എന്നുള്ളതാണ്. Hallelujah. Word says work is worship. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകം പറയുന്നു വർക്ക് ഈസ് വർഷിപ്പ് എന്ന, ആരാധനയാണ് ജോലി എന്ന്. Hallelujah. No, work. The word of the Lord says work is not worship. എന്നാൽ വചനം പറയുന്നു നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ആരാധന. Worship God. True worship is worshiping true God. എന്നാൽ ആരാധന എന്ന് പറയുന്നത് ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്നതാണ്. Hallelujah. The word will say eat, drink and be merry and die. എന്നാൽ വചനം പറയുന്നു നിങ്ങൾ ലോകം പറയുന്നു തിന്ന് കുടിച്ച് മരിക്കുവിൻ. Hallelujah. Enjoy. എൻജോയ് ചെയ്യാം. But the word of the Lord says do not eat, drink and marry, worship God. Follow God and the word of God. ഹല്ലേലൂയ. വചനം പറയുന്നു നിങ്ങൾ തിന്ന് കുടിച്ച് മത്തരാകാതെ ദൈവത്തിന്റെ വചനം പറഞ്ഞ ദൈവത്തിന്റെ ഹിതപ്രകാരം നിങ്ങൾ ജീവിപ്പാൻ. Kill the sinful flesh. That's the word of God says. നിങ്ങളുടെ ജഡത്തിന്റെ ഇച്ഛകളെ കൊന്നുകളയുക. പാപമോഹങ്ങളെ രാഗമോഹങ്ങളെ മരിപ്പിക്കുക. Hallelujah. So the word of God and the world has not a difference. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനവും ലോകത്തിന്റെ ചിന്തകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. So you need to have the thought of God, the thought pattern which God wants to give in your lives. നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെട്ട് വരണം. Hallelujah. My thought patterns change after coming to the word of God, understanding the word of God. ഞാൻ വചനം വായിക്കുവാൻ തുടങ്ങുമ്പോൾ, വചനം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ എന്റെ തോട്ട് പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാകും. 5 years back my personality was a different personality. 5 വർഷം മുമ്പ് എന്റെ പേഴ്സണാലിറ്റി മറ്റൊരു രീതിയായിരുന്നു. God changed my personality. എന്റെ വചനത്തിലൂടെ ഞാൻ കടന്നുപോയതുകൊണ്ട് ദൈവം എന്റെ പേഴ്സണാലിറ്റിയെ മാറ്റി. I thank God giving me a personality of Jesus Christ. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് എന്നെ മാറ്റണമേ. Hallelujah. God wants a personality. The best personality you can ever have in this world is the personality of Jesus Christ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പേഴ്സണാലിറ്റി, ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റേതാണ്. How many of you pray, Lord, give me that will? I want to be the character of Jesus Christ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്? പിതാവേ, എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. Change my spiritual man, Lord. എന്റെ ആത്മീയ കണ്ണിനെ മാറ്റണമേ, ചിന്തകളെ മാറ്റണമേ. Even today, right now, I am also praying, Lord, make me complete in Christ. ഞാനും ഈ രാത്രികാലം നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ്, എനിക്കും ക്രിസ്തുവിൽ പൂർണ്ണനാകണം. I know there are some areas in my life I need to also change. എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളോട് മാറുവാനുള്ളത്. But God is changing me day by day. എന്നെയും നിങ്ങളെയും ദൈവം ഓരോ ദിവസങ്ങളിലും മാറ്റി മറിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Epaphras saying they may be complete and perfect in the will of God. എപ്പഫ്രാസ് പറയുന്നത് പോലെ അവർ പൂർണ്ണതയും പരിജ്ഞാനത്തിലും പൂർണ്ണമായി തീരണമെന്നാണ്. This is not a dream, it can happen in your life. അതാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. സ്വപ്നമല്ല, God can do it in your life. Hallelujah. ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും. Hallelujah. The word of the Lord says that friendship with the world is enmity with God. വചനം പറയുന്നു ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. Amen. Once you become the friend of the world and you go after the world, you will become an enemy to God. നാം ലോകത്തോട് നാം ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതോറും ദൈവത്തോട് നമ്മുടെ ശത്രുത്വം കൂടുകയായിരിക്കും. That's why many people does not like the epistle of James. അതുകൊണ്ടാണ് പലർക്കും യാക്കോബിന്റെ ലേഖനത്തോട് താല്പര്യമില്ലാത്തത്. Hallelujah. Amen. So the another area which you many times the word of God cannot be revealed in our lives. മറ്റൊരു മേഖല ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തതിന്റെ കാരണം is that same Romans 12:1 says. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1 പ്രകാരം പറയുന്നു. Paul is telling the Roman church. റോമാലേഖനത്തിൽ പൗലോസ് റോമൻ സഭയോട് പറയുകയാണ്. He is saying, I beseech you, my brethren. എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ പ്രബോധിപ്പിക്കുന്നത്. He is crying out to the people and saying, please. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവരോട് പ്രബോധിപ്പിക്കുകയാണ്. He is so serious for the people to change. ആ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുറിച്ച് പറയുകയാണ്. ദൈവസഭയ്ക്കകത്തിരിക്കുന്നവര് ദൈവ അനുരൂപമായി മാറുവാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസൻ. ആമേൻ. Hallelujah. It's not only in the material areas but also the spiritual areas. How many of you pray that God, I want to prosper, Lord?
എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്? എന്റെ ഭൗതിക മേഖലയേക്കാൾ ഉപരി എന്റെ ആത്മീയ മേഖലയിൽ പുരോഗതി ഉണ്ടാകണമെന്ന്. Amen. As long as you're walking in the word of God, God will meet your needs. You don't have to God will meet your needs every day. നാം ദൈവത്തിന്റെ വചനപ്രകാരം നാം ദൈവത്തിന്റെ വചനത്തിൽ നാം മുന്നേറുമ്പോൾ നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവം മീട്ടി തരിക തന്നെ ചെയ്യും. Right now, if you have a need, God will meet your need, not your want. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം അത് നൽകി തരിക തന്നെ ചെയ്യും. I am saying this in faith. ഞാൻ വിശ്വാസത്തിലാണെന്ന് പറയുന്നത്. Hallelujah. From my life, every time when I had a need, God has met my need. I believe tomorrow also He will meet my need. എന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ദൈവം അതാത് സമയത്ത് നൽകി തന്നിട്ടുണ്ട്. നാളെയും ദൈവം എനിക്ക് നൽകി തരും. Oh, you need to walk in faith. നാം വിശ്വാസത്തിൽ നടക്കേണ്ടവരാണ്. Hallelujah. This is faith. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. God will meet your needs. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അതാത് സമയത്ത് നൽകി തരും. If you are going in the right track, you are going in the right road. God will meet. God will be there with you in the road. നാം യഥാർത്ഥ വഴിയിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നടന്നുകൊണ്ടുപോകുമ്പോൾ നമ്മുടെ വഴിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ God will walk with you. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കും. Hallelujah. He will not leave you. അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. He wants to walk in the way He wants you to walk. അവൻ ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടെ തന്നെ നാം സഞ്ചരിക്കണം. Hallelujah. So God wants to make sure that you as the Romans 12:1 says. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 1 പ്രകാരം പറയുന്നു. Amen. Make a living body. You present your bodies as a living sacrifice. നിങ്ങളുടെ ജഡത്തെ നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. Amen. We are living sacrifice, holy and acceptable to God. ദൈവത്തിന് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിപ്പിൻ. Hallelujah. Your body is a living sacrifice. ദൈവം നിങ്ങളുടെ ശരീരത്തെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിപ്പിൻ. The temple of God is not outside. Your body is the temple of God. ദൈവത്തിന്റെ ആലയം പുറമേ ഉള്ളതല്ല, ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാകുന്നു. Jesus is living in your body. യേശുക്രിസ്തു നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്നു. Father God, Father, Son, and the Holy Spirit is living in my body. പരിശുദ്ധാത്മാവും സ്വർഗീയ പിതാവും നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിനുള്ളിൽ വസിക്കുന്നു. Your temple has to be holy. നമ്മുടെ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണം. God will make it holy. ദൈവത്തിൽ വസിക്കുന്ന ഭവനമായ മന്ദിരം വിശുദ്ധമായി നാം സൂക്ഷിക്കണം. In that case, God will speak to you inside your heart. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. Hallelujah. Thank the Lord for that. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. Hallelujah. Hallelujah. Amen. So that's why James again says. അതുകൊണ്ടാണ് യാക്കോബ് ശ്രീ വിളിച്ചു പറയുന്നത്. I love James. എനിക്ക് യാക്കോബിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. Hallelujah. He says some facts. അദ്ദേഹം സത്യം തുറന്നു പറയുന്ന വ്യക്തിയാണ്. Amen. So he is saying. അദ്ദേഹം പറയുകയാണ്. 5:15 he says. 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇപ്രകാരം പറയുന്നു. Amen. The prayer of faith will save the sick. നീതിമാന്റെ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. ദീനക്കാരനെ രക്ഷിക്കുന്നു. കർത്താവിനെ എഴുന്നേൽപ്പിക്കും. God will raise him up. അവനെ എഴുന്നേൽപ്പിക്കും. If you are sick today, God will raise you up. നിങ്ങൾ രോഗിയാണെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഈ രാത്രികാലം എഴുന്നേൽപ്പിക്കും. Right now you are healing right now. നിങ്ങൾ ഈ രാത്രികാലം ദൈവത്തിന്റെ വചനമായി അവൻ നിങ്ങളെ സൗഖ്യമാക്കും. God will raise you up. ദൈവം നിങ്ങളെ രോഗക്കിടക്കെ മാറ്റി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. Sick, but God will rise you up. Make you rise up today night. ഈ രാത്രികാലം വിശ്വാസത്താൽ നിങ്ങൾ രോഗസൗഖ്യം പ്രാപിക്കുക. ഈ രാത്രികാലം നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. അത് ദൈവത്തിന്റെ പദ്ധതിയാകുന്നു. അത് ദൈവത്തിന്റെ ഹിതമാകുന്നു. അത് ദൈവത്തിന്റെ ഹിതമാകുന്നു. യേശുവിന്റെ പദ്ധതിയാകുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവമാകുന്നു. എവിടെയൊക്കെ കർത്താവായ യേശുക്രിസ്തു കടന്നു പോയിട്ടുണ്ടോ അവിടെല്ലാം രോഗികളെ സൗഖ്യമാകുന്നു. He healed all types of diseases. അവൻ സകല രോഗികളെയും സൗഖ്യമാക്കി. Those are blind. അവൻ അന്ധരെ കാഴ്ച നൽകി. He spoke. The dumb spoke. ബദിരങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. So James is saying. യാക്കോബ് ശ്രീ പറയുകയാണ്. Amen. The prayer of faith will save the sick. നീതിമാന്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു. And next word he says. അടുത്ത വാക്യം ഇപ്രകാരം പറയുന്നു. If you have done any sins, God will forgive also. അവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കുവാനുണ്ട്. That means this person has been crying out for a healing. അതിനർത്ഥം ആ വ്യക്തി രോഗസൗഖ്യത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. And when he confessed his sin, God healed him. അവൻ തന്റെ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ സൗഖ്യമാക്കി. I think I had shared this earlier of this happening, something which happened earlier.
ഞാൻ ഒരിക്കൽ കുറെ നാളുകൾക്ക് മുമ്പ് സംഭവിച്ചതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. It was about a lady, a man of God who went to a house and prayed for a lady. ഒരു ദേവദാസൻ ഒരു സ്ത്രീയുടെ ഭവനത്തിൽ കടന്നുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. The Holy Spirit is inspiring me to say this, so that's why I'm saying again. ദൈവാത്മാവിനോട് വീണ്ടും I have inspiration to say this. ഇൻസ്പയർ ചെയ്യുന്നു ഞാൻ പറയുകയാണ്. The man of God went to this pray for this lady. ആ സ്ത്രീയുടെ ഭവനത്തിൽ അദ്ദേഹം കടന്നുപോയി. She was going through torment. She was going through a lot of problems in the house. ആ വ്യക്തി വളരെ പ്രശ്നങ്ങളോടെ കടന്നു പോവുകയായിരുന്നു. No peace in the house. ആ ഭവനത്തിൽ സമാധാനമില്ലായിരുന്നു. This man of God prayed. ആ ദേവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. He said, "How many children do you have?" അദ്ദേഹം ചോദിച്ചു, എത്ര കുട്ടികൾ നിങ്ങൾക്കുണ്ട്? She said, "I have 3 children." അദ്ദേഹം പറഞ്ഞു, സ്ത്രീ പറഞ്ഞു, എനിക്ക് 3 കുട്ടികളുണ്ട്. He said, "No, you have 4 children." അദ്ദേഹം പറഞ്ഞു, അല്ല, നിനക്ക് 4 കുട്ടിയുണ്ട്. She said, "No." She said, "No." ആ സ്ത്രീ പറഞ്ഞു, അല്ല, എനിക്ക് 3 കുട്ടികളെ ഉള്ളൂ. He said, "Yes." അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. ശരിയല്ല. She said, "No." സ്ത്രീ He പറഞ്ഞു, said, "Yes." She said, "No." He said, "Yes." This was going on for some time. അല്പസമയം ഇവർ തമ്മിൽ തർക്കിക്കുകയുണ്ടായി. Hallelujah. But if the Spirit of God speaks, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് it's always true. അത് സത്യമാണ്. There's something you can believe in your life. നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കത് ധൈര്യപൂർവ്വം വിശ്വസിക്കാം. Close your eyes and believe in somebody. നിങ്ങളുടെ അടച്ച് നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ. It's the Holy Spirit. The Spirit of God speaks to you. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. Maybe everything is contrary. ഒരു പക്ഷേ സകലതും നിങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുകയാണെങ്കിൽ But it will happen in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ. It has happened in my life. അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. It has happened in your lives also. നിങ്ങളുടെ ജീവിതത്തിലും അത് അപ്രകാരം തന്നെ സംഭവിക്കും. If God speaks something, it will happen in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം. Right now, many people who are hearing this, many things are contrary in your life. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ പലതും വിരുദ്ധമായി നിൽക്കുന്നുണ്ടെങ്കിലും, But the will of God will come to pass in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം പൂർത്തീകരിക്കുമ്പോൾ Everything is against you. ഒരു പക്ഷേ സകലതും നിങ്ങൾക്കെതിരായി നിൽക്കുകയാണ്. You cannot see anything in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങൾ നന്മയായിട്ട് കാണുന്നില്ലെങ്കിലും, Hallelujah. But God is saying, the word of the Lord says, Amen, God will fulfill His will upon your life, contrary to what is happening in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. Hallelujah. Everything is, even if everything is against you. സകലവും എതിരാണെങ്കിലും ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കും. But this person said, no, you have 4. You have 1 more child. ആ ദേവദാസൻ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് 4 കുട്ടികൾ തന്നെയുണ്ട്. She started crying. She started crying. പെട്ടെന്ന് ആ സ്ത്രീ കരയാൻ തുടങ്ങി. She said, yes, I have a 4th child, but I aborted the child. ആ സ്ത്രീ പറഞ്ഞു, ശരിയാണ്, എനിക്ക് 4 കുട്ടികളുണ്ടായിരുന്നു, ആ കുട്ടിയെ ഞാൻ അബോർട്ട് ചെയ്ത് കളഞ്ഞു. He said, right now, go before the Lord and confess your sin. ആ വ്യക്തി അപ്പോൾ ദൈവസന്നിധിയിൽ, ആ ദേവദാസൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ കടന്നുപോയി കൺഫസ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിപ്പേ. She cried before God. She said, what I gone wrong. ആ വ്യക്തി, ആ സ്ത്രീ ദൈവസന്നിധിയിൽ കരഞ്ഞ് തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞു. And the blood of Jesus washed her. ആ ഏറ്റുപറഞ്ഞ് ദൈവം കേട്ടു. ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ അവളെ കഴുകി ശുദ്ധീകരിച്ചു. There is no sin God cannot wash. ഒരു പാപം പോലും ദൈവത്തിന് ക്ഷമിക്കുവാൻ പറ്റാത്തതില്ല. David says, He covers my sin. ദാവീദ് പറയുകയാണ്, അവന്റെ പാപങ്ങളെ മറച്ചിരിക്കുന്നുവെന്ന്. You are more blessed than David. നാം ദാവീദിനെക്കാളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Because when God covers David's sin, God washes you, my sin and your sin. ദൈവം ദാവീദിന്റെ പാപങ്ങളെ മറച്ചെങ്കിൽ എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ദൈവം കഴുകി ശുദ്ധീകരിച്ചു. That means it will never happen in your life. അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു കാര്യം സംഭവിച്ചിട്ടില്ലേ ഇല്ല എന്ന രീതിയിലാണ്. This only can be done by the blood of Jesus Christ. അത് യേശുവിന്റെ രക്തത്താൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. That's why David cries out, when he had sinned with Bathsheba. അതുകൊണ്ടാണ് ദാവീദ് കരയുന്നത് ബത്ശേബയായിട്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ. He says in Psalm 32. സങ്കീർത്തനം 32 അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. I believe it is also following of the Psalm 51, which he was crying out to God. നമുക്കറിയാം സങ്കീർത്തനം 51 അദ്ദേഹം പശ്ചാത്തപിച്ചതിന് ശേഷമാണ് 32 ഇപ്രകാരം പറയുന്നത്. I acknowledge my sin to you. ഞാൻ എന്റെ പാപം അങ്ങയോട് അറിയിച്ചു. My iniquity you are not hidden. എന്റെ പാപം ഞാൻ എന്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറയും. See, they shall. That's what he says. He is saying that I acknowledge my sin. In my life, എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. He said, I will confess my sin to God. എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. Amen. And he said, everyone for this cause and iniquity, and you will forgive my iniquity of my sin.
എന്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. For that time, ആ സമയത്ത് when you confess, നാം നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, and at that point God will forgive you. ആ സമയത്ത് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. That needs humility. അതിന് നമുക്കൊരു താഴ്മ ആവശ്യമാണ്. You need a love for God. അതിന് നമുക്ക് ദൈവത്തോടൊരു സ്നേഹം ആവശ്യമാണ്. Hallelujah. But the will of God will not be revealed in your life if you have unconfessed sins. നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന കൺഫസ് ചെയ്യാത്ത പാപങ്ങൾ, ഏറ്റുപറയാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ദൈവഹിതം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടില്ല. If you have something, if you know today right now that you have something which you have to confess, tell the Lord today. ഈ രാത്രികാലം അങ്ങനെ ഏതെങ്കിലും ഏറ്റുപറയാത്ത പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ രാത്രികാലം നമുക്ക് ഏറ്റുപറയാം. Now let me tell you today night. സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുക, if you some areas which is holding you in sin, ഏതെങ്കിലും ഏരിയ നിങ്ങളെ പാപം നിങ്ങളെ ബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ right now confess that to Jesus ഈ രാത്രികാലം അത് ഏറ്റുപറയുക. Lord, I want a deliverance, Lord. ദൈവമേ, എനിക്കൊരു വിടുതൽ വേണം. Hallelujah. I know the word of God, I know the truth, but still I am going into sin. എനിക്ക് വചനം അറിയാം, എനിക്ക് സത്യവും അറിയാം, എങ്കിലും ആ മുറുകെ പറ്റുന്ന പാപം എന്ന് വിട്ടുമാറുന്നില്ല. Lord, confess that sin to him today night. ഈ രാത്രികാലം ആ പാപം നമുക്ക് ഏറ്റുപറയാം. At that point of time, God's power will come upon you. ആ സമയത്ത് നാം ഏറ്റുപറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ മേൽ വെളിപ്പെടുത്തും. They will release you from that. ദൈവം നമ്മളെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കും. And God will reveal His will upon your life. അതിനുശേഷം ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. God's hand is not shortened that He cannot save you. ദൈവത്തിന്റെ കരം ഒരിക്കലും നമ്മളെ രക്ഷിക്കുവാൻ കഴിയാതെ കുറുകിപ്പോയിട്ടില്ല. Hallelujah. His hand has not been shortened. ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. Isaiah 59 says it's the sin which separates you and me. അതാണ് ദൈവത്തെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റുന്നത് നിങ്ങളുടെ പാപമാകുന്നു. Only one thing can separate you and me from God. എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റുവാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പാപമാണ്. God wants to hold your hand right now. ഈ രാത്രികാലം ദൈവം നിങ്ങളെ കരം പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to release some of you right now who is here. ദൈവം ഈ രാത്രികാലം വിടുവിക്കുന്നു. Hallelujah. Right now. Hallelujah. Open your heart tonight. ഈ രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക. Hallelujah. If you confess today, നിങ്ങൾ ഏറ്റുപറയുക. that's why Jesus said. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞത്, if you think that you have something against somebody, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, if you think that somebody has something against you, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, that means you have unknowingly or knowingly hurt that person. അതിനർത്ഥം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, it might hold your prayer in the presence of God. ആ പാപം അല്ലെങ്കിൽ ആ ഒരു വിഷയം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമായി. If you have hurt your parents, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. if you have hurt your colleagues, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. it might be anybody. ആരുമായിക്കൊള്ളട്ടെ, if that person has something against you, ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, go and tell today. ഈ രാത്രികാലം നിങ്ങൾ ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയുക, and be in good terms with him. ആ വ്യക്തിയായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. Go and hold him and hug him and say, God loves you, I love you. ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. God's power will come upon you. God's plan will come upon your life. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരവും നിങ്ങളുടെ മേൽ വരും. You have to be humble to do that. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു താഴ്മയുള്ള ഹൃദയം വേണം. Many of your prayers have been held up in the air because some of these prayers are not going up because there are some pains which you have created in some people's life. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ വേദന നൽകിയത് കൊണ്ടാണ് നിങ്ങളുടെ പല പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ പോയി ഉത്തരം ലഭിക്കാത്തത്. Be humble enough to go and ask him forgiveness. നിങ്ങൾ താഴ്മയോടുകൂടി ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. Confess ചെയ്യുക. Amen. Hallelujah. Amen. Hallelujah. Hallelujah. Today if somebody has something against you, ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, maybe somebody has hurt you, ഒരു പക്ഷേ നിങ്ങളെ ഏതെങ്കിലും വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, this is a very difficult day. We know this word. നമുക്കറിയാം, ആ വചനം നമുക്ക് വളരെ അറിയാവുന്നതാണ്. Amen. But many people does not forgive from the heart. പല വ്യക്തികളും അവരുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ പലപ്പോഴും മടിയാണ്. They forgive from the intellect. അവരുടെ ബുദ്ധിയിൽ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും. I have realized in my life. എന്റെ ജീവിതത്തിൽ ഞാൻ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. I thought I forgive some people. ഞാൻ ചില വ്യക്തികളോട് ക്ഷമിച്ചിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. But it was not from the heart, it was from my intellect. എന്റെ ബുദ്ധിയിൽ നിന്നാണ് ഞാൻ ക്ഷമിച്ചത്, എന്റെ ഹൃദയത്തിൽ നിന്നല്ല. From your heart forgive them. ഈ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം ക്ഷമിക്കുകയാണെങ്കിൽ, Jesus says, if you do not forgive your brother, God who is in the heavens will not forgive your sin also.
നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവം, സ്വർഗ്ഗസ്ഥനായ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. Because there are many sins which is held up against me and you in presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ അനേക പാപങ്ങൾ നിങ്ങൾക്കും എനിക്കും എതിരായുണ്ട്. I mean, the enemy can point against you and me. എനിക്കും നിങ്ങൾക്കുമെതിരെ ശത്രുവിനെ ചൂണ്ടിക്കുവാൻ അനവധി പാപങ്ങളുണ്ട്. But the blood of Jesus Christ will cover it. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം അതിനെ മറച്ചിരിക്കുകയാണ്. It will sanctify you and me. അത് ആ രക്തം എന്നെയും നിങ്ങളെയും ശുദ്ധീകരിച്ചിരിക്കും. That God forgave you and me. കാരണം ദൈവം എന്റെയും നിങ്ങളെയും പാപം ആ രക്തത്താൽ മറച്ചു കളഞ്ഞിരിക്കുന്നു. Understand one thing. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. I mean, whatever we have done against God. നാം ദൈവത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, and when you came into the salvation, നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ God forgives every sin of yours. ദൈവം നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു. He washes you by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നു. Amen. If God has forgiven you, ദൈവം നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, then you have to forgive others. നാം മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ്. If you don't forgive them, നാം അവരോട് ക്ഷമിച്ചില്ലെങ്കിൽ, hallelujah, God can be held against you and me. അത് എനിക്കും നിങ്ങൾക്കും എതിരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കും. Hallelujah. Amen. The deliverance of this world, ഈ ലോകത്തിന്റെ വിടുതൽ എന്ന് പറയുന്നത്, it came from one prayer. ഒറ്റ പ്രാർത്ഥനയിൽ സംഭവിക്കും. From one prayer. ഒറ്റ പ്രാർത്ഥനയിലാണ്. It was a prayer upon the cross of Calvary. അത് കാൽവരിയിലെ പ്രാർത്ഥനയിലാണ് ഈ ലോകത്തിന്റെ വിടുതൽ സംഭവിച്ചത്. കാൽവരിയുടെ കൊലക്കളത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനയാണല്ലോ ദൈവം ലോകത്തെ വിടുവിച്ചത്. Hallelujah. Jesus upon the cross of Calvary. കർത്താവായ യേശുക്രിസ്തു കാൽവരി കുരിശിൽ കിടന്നിട്ട്, He said, Father, forgive them. കർത്താപിതാവായ ദൈവമേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. Hallelujah. Jesus said, forgive them. കർത്താവ് പറഞ്ഞു, ഇവരോട് ക്ഷമിക്കണമേ. If I believe Jesus had not said that, കർത്താവായ യേശുക്രിസ്തു അങ്ങനെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ, today the redemption would not have happened. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മോചനം സംഭവിക്കില്ലായിരുന്നു. Hallelujah. If the Son of God does not forgive you, ദൈവത്തിന്റെ ദൈവപുത്രൻ നിങ്ങളോട് ക്ഷമിക്കില്ലായിരുന്നു. Amen. ക്ഷമിച്ചില്ലെങ്കിൽ, Amen. The salvation will not happen in the world. ലോകത്തിന്റെ വിടുതൽ, ലോകത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കില്ലായിരുന്നു, രക്ഷ സംഭവിക്കില്ലായിരുന്നു. He showed the greatest example. അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. Amen. So he says, I said I will confess my sins before God. ദാവീദ് പറയുകയാണ്, എന്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. And at the point of time he will forgive me. അപ്പോൾ ദൈവം എന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. Hallelujah. He forgave the iniquity of my sin. എന്റെ ലംഘനങ്ങളെ അവൻ ക്ഷമിച്ചു തന്നു. Salah. ഹല്ലേലൂയ. അവരുടെ വാക്യം പറയുകയാണ് സേലാ. That means the silence was there. കുറച്ചു സമയം Just ask the Lord. ശബ്ദമായി ദൈവത്തിന്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്ന. If anybody needs a prayer right now, ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെന്നോ? right now if you just pray to the Lord. ഈ രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. If there's somebody you have to forgive right now, forgive them. ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. Hallelujah. Praise them in the hands of the Lord. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. It says this that everyone that is godly shall pray to you. Everyone who is godly shall pray to you. എല്ലാ ഗോഡ്ലി ആയിട്ടുള്ള എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. When he can be found right now, this is the time when he can be found. God wants to release you. ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to accomplish His will upon our lives. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുവാൻ, പൂർത്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He said you will pray. അവൻ പറഞ്ഞു, David says and he will pray. ദാവീദ് പറയുകയാണ്, അവൻ പ്രാർത്ഥിക്കും. Amen. And the great waters will not overcome you. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് എന്റെ അടുക്കലോടും അവന്റെ അടുക്കലോടും എത്തുകയില്ല. Don't worry. നിങ്ങൾ ഭയപ്പെടേണ്ട. Whatever problem you are right now going through, നിങ്ങൾ കടന്നു പോകുന്ന ഏത് വലിയ വിഷയമാണെങ്കിലും, you might think that it might swallow you. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം ഇതെന്നെ വിഴുങ്ങാൻ വരുന്നു. But if you are a godly person, if you are saying in faith, ഞാൻ പറയുന്നു, നിങ്ങളൊരു ദൈവഭക്തരാണെന്നുണ്ടെങ്കിൽ, hallelujah, there are many waves which is coming against you. നിങ്ങൾക്കെതിരെ അനേക തിരമാലകൾ അടിച്ചുയർന്നേക്കാം. Hallelujah, many problems will fire will come against you. നിങ്ങളുടെ മേൽ അനവധി പരീക്ഷകൾ കടന്നു വന്നേക്കാം. But God will come into the godly person's life and He will come in between and He will save you. ദൈവം അവരുടെ മധ്യ കടന്നു വന്ന് നിങ്ങളെ രക്ഷിക്കും. Hallelujah. Amen. Hallelujah. Oh, seek Him when He may be found today. അന്വേഷിപ്പിൻ, നിങ്ങളുടെ നാൾ കണ്ടെത്തും. Amen. Hallelujah. Amen. So Jesus, when He healed some people, കർത്താവായ യേശുക്രിസ്തു ചില വ്യക്തികളെ സൗഖ്യമാക്കിയപ്പോൾ, when the person was on his sick bed from his childhood, from his birth, ഒരു വ്യക്തി തന്റെ
ചെറുപ്പത്തിൽ ജനിച്ചത് മുതൽ രോഗിയായിരുന്ന ഒരു വ്യക്തിയുണ്ട്. He was a paralytic. ആ വ്യക്തി ഒരു പാരലറ്റിക് ആയ വ്യക്തിയായിരുന്നു. Jesus said, rise up. കർത്താവായ യേശുക്രിസ്തു ആ വ്യക്തിയെ നോക്കിയിട്ട് പറഞ്ഞു, എഴുന്നേൽപ്പിൻ, Rise up. എഴുന്നേൽക്കുക, Your sins are forgiven. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. At that point of time, he rose up. ആ സമയത്ത് ആ വ്യക്തി എഴുന്നേറ്റു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Some of the diseases can be because of sin. ചില രോഗങ്ങൾ പാപത്തിന്റെ കാരണം കൊണ്ട് സംഭവിക്കുന്നു. But in another case, a person who was born blind, Jesus healed him. വേറൊരിടത്ത് നാം കാണുന്നു, ജനനം മുതൽ അന്ധനായ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയത്. But they said, is that because of his sin? അവർ പറഞ്ഞു, ഇത് വല്ല പാപനിമിത്തമല്ലേ? Amen. Jesus said, no, this is for the glory of God. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇവന്റെ പാപനിമിത്തമല്ല, ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. So some problems are because of the glory of God to happen in your lives. അതിനർത്ഥം ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവനാമ മഹത്വം നിങ്ങളിൽ വെളിപ്പെടാനാണ്. Hallelujah. So the will of God is different in each case. പല സ്ഥലത്തും പല സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ഹിതം വ്യത്യസ്തമായിരിക്കും. Jesus knew the will of Father. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു. These days that the will of God unfold in our lives. നമ്മുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഹിതം നടക്കണം. I want to stop my word today night. ഞാൻ ഈ രാത്രികാലം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. And I will continue the word next week if God allows. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അധ്യായം ചെയ്ത് തുടർന്ന് സംസാരിക്കും. I said about the will of God. ദൈവത്തിന്റെ ഹിതമെന്ന് പറയുന്നത്. Anyway, that's what we spoke right now. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. But others are laboring in the prayer. നാം പ്രാർത്ഥനയിൽ പോരാടുകയാണെങ്കിൽ, Amen. And there is a will of God will be revealed, and you will be the plan of God will unfold in your lives. നാം പ്രാർത്ഥനയിൽ പോരാടുകയാണെങ്കിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുകയും ദൈവത്തിന്റെ ഹിതം നമ്മൾ വെളിപ്പെടുകയും ചെയ്യും. How many of you pray right now? Right now. ഈ രാത്രികാലം എത്ര പേർക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്? Lord, help me, Lord. ദൈവമേ, എന്നെ സഹായിക്കണം. Open my eyes, Lord. എന്റെ കണ്ണിനെ തുറക്കണം. Lord, give me a thirst for the word of God. എനിക്ക് വചനത്തോടുള്ള ദാഹം നൽകണം. The prince of the air, ഈ ലോകത്തിന്റെ പ്രഭു, Amen. That he has made many people's spiritualized blind. അനേകരുടെ കണ്ണിനെ അവൻ കുരുടാക്കി വെച്ചിരിക്കുന്നു. Right now, in the name of Jesus. ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ If the spiritual eyes is closed, പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളുടെ കണ്ണിനെ ദൈവം തുറക്കുന്നു. your spiritual eyes is closed. അടഞ്ഞിരിക്കുന്ന ആത്മീയ കണ്ണുകളെ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. നിങ്ങളുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, hallelujah. Right now, pray for yourself. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. You pray for other people, any of you and your family members. The spiritual eyes is the enemy has closed. ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മീയ കണ്ണിനെ ശത്രു അടച്ചു വെച്ചിട്ടുണ്ട്. Right now, pray, release your faith upon the child of God. വിശ്വാസത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. Pray for that person, pray for that person. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Lord, open his eyes, Lord. അവരുടെ കണ്ണ് തുറക്കാൻ വേണ്ടി Lord, പ്രാർത്ഥിക്കുക. open his eyes, Lord. ആ വ്യക്തിയുടെ കണ്ണ് തുറക്കുക. Power of God, release this name. Hallelujah. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടണം. Let the will of God happen. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവഹിതം വെളിപ്പെടണം. Hallelujah. Let the word of God be revealed. ദൈവത്തിന്റെ ഹിതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടണം. Let your children be blessed. അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. Lord, our children, coming generations. നമ്മുടെ വരുന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. Lord, let the spiritual eyes be open, Lord. നമ്മുടെ തലമുറകളുടെ ആത്മീയ കണ്ണുകളെ കർത്താവേ തുറക്കണമേ. Amen. Let them not be go after this world, Lord. അവർ ഈ ലോകത്തിൽ അനുരൂപരായി കടന്നു പോകരുതല്ലോ. Let them be the perfect will of God. അവർ ദൈവത്തിന്റെ പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയണമല്ലോ. Anyone of you is praying for your children right now? ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ Pray right now for them. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. Let the spiritual eyes be open in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവരുടെ ആത്മീയ കണ്ണിനെ ദൈവം തുറക്കട്ടെ. Let the bondage be broken. ഹല്ലേലൂയ. Let them be in the perfect will of God. അവർ ദൈവത്തിന്റെ പൂർണ്ണ ഹിതം തിരിച്ചറിയട്ടെ. Let them be blessed more than me and you. എന്നിലും അധികമായി ആത്മീയമായി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. Let them be used by God for the glory of God. അവർ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവർ ഉപയോഗിക്കപ്പെടട്ടെ. Hallelujah. God is releasing some people right now. If you are releasing, if in faith you are praying right now. നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം ചില വ്യക്തികളെ If you വിടുവിക്കുന്നു. are thirsty, you are praying right now. നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? Hallelujah. If you think that the world is pulling you away from God, ദൈവത്തിൽ നിന്ന് നിങ്ങളെ ലോകം നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ the Holy Spirit is calling about somebody right now. ചില വ്യക്തികളെ ഓർത്ത് ദൈവത്തിന്റെ ആത്മാവ് Hallelujah. He is calling you back right now. അവൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. Come back from the world. ലോകത്തിൽ നിന്ന് നിങ്ങൾ തിരികെ കടന്നു Come വരുവിൻ. back from the world. ലോകത്തിൽ നിന്ന് തിരികെ വരുവിൻ. God called you out of that. Don't go back again.
നിങ്ങളെ ദൈവം അന്ധകാരത്തിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾ തിരികെ പോകരുത്. He wants to use you once again. എന്നെയും നിങ്ങളെയും അവർ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. It's an enmity with God. അത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. Sanctify your body these days. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശുദ്ധീകരിപ്പിക്കും. Unconfessed sins in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങളുണ്ടെങ്കിൽ ഈ രാത്രികാലം ഏറ്റുപറയുവിൻ. God will not despise. തകർന്ന് നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. Years ago you have been praying for some things. നിങ്ങൾ ഒരു പക്ഷേ അനേക ദിവസങ്ങളായി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. You know it's the will of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദൈവത്തിന്റെ ഹിതമാണെന്ന് നിങ്ങൾക്കറിയാം. But it's not happening in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. Right now confess it. ഈ രാത്രികാലം ഏറ്റുപറയുക. If there's anything you confess right now. എന്തെങ്കിലും ഏറ്റുപറയാനുണ്ടെങ്കിൽ right now confess with the Lord. ദൈവത്തിന് ഏറ്റുപറയുക. Pray for your brothers. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. One has yours hurt you right now. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Bless them in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു. Bless them in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. Tomorrow you will hear some prayer, answer prayers. ഹല്ലേലൂയ. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ചില പ്രാർത്ഥനകളുടെ ഉത്തരങ്ങൾ കടന്നു വന്നേക്കാം. ആമേൻ. ഹല്ലേലൂയ. Hallelujah. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ I'm talking the word of God. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. I'm not talking my word. ഞാൻ എന്റെ വചനമല്ല I'm പറയുന്നത്. talking the living word. ജീവിക്കുന്ന വചനമാണ് ഞാൻ I'm സംസാരിക്കുന്നത്. talking the word which Jesus Christ said. കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞ And it വചനമാണ്. will happen in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. Hallelujah. ആമേൻ. Lord, I thank you for this time, Lord. ദൈവമേ, ഞാൻ ഈ ദിവസത്തിന് ഈ സമയത്തിനായി ഞങ്ങൾ I pray for each person who's hearing this right now, ഈ Lord. രാത്രികാലം വചനം കേട്ട ഓരോ വ്യക്തിയും അങ്ങേ Open the eyes, Lord. എന്റെ കണ്ണിനെ തുറക്കുന്നതിനായി സ്തോത്രം. കണ്ണിനെ തുറന്നതിനായി That സ്തോത്രം. your will is happening in their lives, Lord. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതിനായി Thank സ്തോത്രം. you that you are going to hear some testimonies these days, Lord. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Thank you that your hand of blessing is upon their lives, Lord. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ അനുഗ്രഹമായിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. You are going to give them exceedingly abundantly much more than they can think or imagine, Lord. ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിറയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Thank you that you are going to give them more than what they ask, Lord. ഞങ്ങൾ ചോദിക്കുന്നതിൽ അധികമായി നൽകി തരുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായി Thank you സ്തുതിക്കുന്നു. that your plans are greater, Lord. ഹല്ലേലൂയ. Your plans are bigger, Lord. അങ്ങയുടെ വലിയ പദ്ധതികൾ വലുതായിരിക്കാൻ ഞങ്ങൾ അങ്ങേ Thank you സ്തുതിക്കുന്നു. that our plans are unfolding in the people's lives, Lord. ഈ രാത്രികാലം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അങ്ങയുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി സ്തോത്രം. I claim it upon their lives. യേശുവിന്റെ നാമത്തിൽ അത് അവകാശപ്പെട്ട് I പ്രാർത്ഥിക്കുന്നു. claim it upon my life. എന്റെ ജീവിതത്തിൽ ഞങ്ങൾ അവകാശപ്പെട്ട് We പ്രാർത്ഥിക്കുന്നു. agree in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് As your word says, 2 or 3 agree in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് എഗ്രി ചെയ്ത് Let it പ്രാർത്ഥിക്കുന്നു. happen in our lives, Lord. ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതോ. Thank you for hearing the prayers, Lord. Thank you, Lord. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി In സ്തോത്രം. Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ Lord. Amen. In Jesus' name I pray. Amen. Amen, amen, and amen. Hallelujah. Hallelujah. As we are singing this song.